ഇന്ത്യയിൽ നിന്നും ഓസ്ട്രേലിയയ്ക്ക് ഫ്ലൈറ്റ് കയറുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് കൺസേൺ ആയിരുന്നു. എന്തിനാണെന്ന് ചോദിച്ചാൽ ഫുഡിനെ കുറിച്ച് തന്നെയാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് എന്ത് കഴിക്കും, എന്ത് വേവിക്കും, എവിടെ നിന്ന് സാധനങ്ങളൊക്കെ കിട്ടും, നമ്മുടെ നാട്ടിലെ സാധനങ്ങളും സ്പൈസസും മസാലകളൊക്കെ ഈ ഓസ്ട്രേലിയയിൽ കിട്ടുമോ, അല്ലെങ്കിൽ ഈ കൊഫ്സ്റ്റൈനിൽ കിട്ടുമോ? ഞാൻ കൊഫ്സ്റ്റൈനിലാണ് താമസിക്കുന്നത് കേട്ടോ. ഇവിടെ കിട്ടുമോ, എവിടെ പോയി മേടിക്കും, അതിനുള്ള കടകളൊക്കെ ഇവിടെ ഉണ്ടോ എന്നൊക്കെ വെച്ചിട്ട് ഭയങ്കര കൺസേൺ ആയിരുന്നു കേട്ടോ. ഞാനിവിടെ വന്നിട്ട് 2 മാസം കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇതെൻ്റെ 3ാമത്തെ പ്രാവശ്യത്തെ ബിരിയാണിയാണ്. ഞാൻ എപ്പോൾ ബിരിയാണി ഉണ്ടാക്കിയാലും നീതുവിനോടും ദർശനയോടും പറയാറേ ഇല്ല. അവർക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നത്. മിക്കവാറും അവരില്ലാത്ത സമയത്താണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. ചെയ്യാൻ ഒരു ചെറിയ ഇഷ്ടമൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിന് കുറച്ച് അപ്പുറത്തോട്ട് നടക്കുമ്പോൾ തന്നെ ഒരു ബോംബെ റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടുത്തെ മെനു ഒക്കെ ഞങ്ങൾ ഒരു ദിവസം നോക്കിയാൽ പ്രാവശ്യം ബിരിയാണി വെച്ചപ്പോഴും ദർശനയും നീതുവും ഇല്ലായിരുന്നു. അപ്പോൾ ഡ്യൂട്ടിക്ക് പോയി ക്ഷീണിച്ച് തളർന്ന് ഫ്രഷായിട്ട് ഒക്കെ വന്നപ്പോൾ ഇവിടെ ബിരിയാണിയും ചിക്കനും ഒക്കെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി 2 പേർക്കും കേട്ടോ. ഇവിടെ പുറത്തൊക്കെ പോയി കഴിക്കുമ്പോൾ നാട്ടിൽ ഏകദേശം 1500-2000 രൂപയൊക്കെ കൊടുക്കണം ഒരു ബിരിയാണിക്ക്. അതിനേക്കാളും നല്ലത് നമ്മൾ സ്വയം കുക്ക് ചെയ്ത് കഴിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി. ഇനി നമുക്ക് നമ്മുടെ യഥാർത്ഥ വീഡിയോയിലേക്ക് പോകാം. അയ്യോ, ബിരിയാണി കണ്ടില്ലായിരുന്നോ? ഞാൻ പറയാനിരിക്കുന്നു ചേടി വേഗം അരി ഇട്, ചിക്കൻ ഉണ്ടെന്ന്. പിന്നെ ഇയാൾ എന്ത് വിചാരിച്ചു? ഞാൻ ഈ സാധനം മാത്രമേ കണ്ടുള്ളൂ. ഓക്കെ, ഇയാൾ എന്ത് വിചാരിച്ചേ? ഞാൻ ചിക്കൻ കറി മാത്രമേ അയ്യേ, പിന്നെ എനിക്ക് മറ്റേ പേയ്മെന്റ് ഒന്നും ചെയ്യണം. അതിലെന്ത് ചെയ്യുന്നുണ്ട്? മുട്ട വെച്ച ബിരിയാണി. ഇതെന്താ ഇതിലേക്ക് ഇട്ട ചിക്കൻ ദമ്മാണോ? അന്നത്തെ സ്റ്റൈൽ ബിരിയാണി അല്ല. ഇതാണ് ദം ബിരിയാണി. അതിൽ നമുക്ക് മുട്ട എടുത്തങ്ങ് മാറ്റാം അല്ലേ? വലിയ മുട്ട ഇത് ഈ മുട്ടയല്ലേ? ഇവിടെ എടുത്ത് വെക്കാം. ഏതാണെന്ന് വലുതെന്ന് നോക്കണേ. ഇത് ദർശനം എടുക്കില്ല, കാരണമുണ്ട്. അതെന്താ? അത് പൊട്ടിയിരിക്കുക. പൊട്ടിയ മുട്ട അയ്യോ, ഇതിലേക്ക് കൊതിയാണെന്ന് തോന്നുന്നു. ഈ മുട്ടയല്ലേ? ഇതാ ബാക്കി കറി ആവശ്യമുള്ളവര് ചട്ടിയിലെടുത്തോ. ബാക്കി കറി ആവശ്യമുള്ളവര് അത് തന്നെ ഗൈസ്. മണം വരുന്നുണ്ടോടെ? അയ്യ അല്ല, ദം ബിരിയാണി. എടേ, മണം വരുന്നുണ്ടോ? എനിക്ക് ജലദോഷം, എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ ഇല്ലല്ലേ? മണം മാത്രമേ കാണത്തുള്ളൂ, വലിയ ഗുണം കാണും. നെയ്യില്ലായിരുന്നു, നെയ്യ് തീർന്നു പോച്ച്. അതെ, നെയ്യ് തീർന്നു പോയി. ബട്ടറില്ലേ, ഒരിക്കൽ നെയ്യാവില്ലായിരുന്ന? അത് ഓർത്തില്ലത്, അത് ഓർത്തില്ല. പക്ഷെ നമുക്കിന്നുണ്ടല്ലോ സലാഡ് ഇല്ല കേട്ടോ. കുഴഞ്ഞു ചേച്ചി, ഇതെല്ലാം നന്നായി. ശരിയാ, നന്നായിട്ടുണ്ട്. അത് നമുക്ക് കണ്ടിട്ട് കൊള്ളാം, ഇനി കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ. ഇത് മറ്റേ തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയാണോ? ഇന്ന സ്റ്റൈലൊന്നുമില്ല, ഉള്ള രീതിയിൽ ഉണ്ടാക്കി, അത്രേ ഉള്ളൂ. ഓ, നീത് ചേച്ചി കൈ തൊട്ടായിരുന്നോ? കറി വെച്ചേ നീതു. എടേ, മുട്ട എടുത്ത് വെക്കടേ. 2 മുട്ട.
ഈ ഫ്രിഡ്ജിലല്ല. വേറെ തൈര് കാണിച്ചില്ല. ഇന്ന് തൈര് കാണിച്ചില്ല. എടേ കൊള്ളാവോ? നല്ലതാ.